ദൃശ്യങ്ങളൊന്ന് മനസ്സിൽ വെച്ചു എങ്കിലേ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങളൊന്ന് കലങ്ങും. ഈ ദൃശ്യങ്ങൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. വേറെ ആളിനെ നിർത്തും. അദ്ദേഹം പാർട്ടിയിൽ ഇല്ലാത്തതുകൊണ്ട്, അദ്ദേഹം പാർട്ടിയിൽ നടപടി എടുത്തിരിക്കുന്നതുകൊണ്ട് മറ്റൊരാളിനെ നിർത്തും. വേറെ കോൺഗ്രസിനകത്ത് എത്രയോ നേതാക്കന്മാരോട് മത്സരിക്കാൻ കൊള്ളുന്നത്. ഇനിയാണ് ആദ്യം കാണിച്ച വീഡിയോയുടെ പ്രസക്തി. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഒരാളാണ് PJ കുര്യൻ എന്നറിയാലോ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിന് സീറ്റില്ലെന്ന് പറഞ്ഞ അതേ കുര്യൻ. ആ കുര്യന്റെ ഇപ്പോഴത്തെ നിലപാട് എന്താണെന്ന് കേട്ടാലോ. സസ്പെൻഷനിൽ മാറ്റിയ, സസ്പെൻഷൻ ഒഴിവാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ സീറ്റിന് അർഹനാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ കുര്യൻ സാർ ഇപ്പോ കാണിച്ചതിനെയാണ് ന്യൂജൻ പിള്ളേരൊക്കെ സോഷ്യൽ മീഡിയയിൽ യൂട്ടേൺ എന്ന് പറയുന്നത്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിട്ടും പീഡന കേസ് പ്രതി രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ഒരു പവർ നമ്മൾ നോക്കണം. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടും ഒരു മുതിർന്ന നേതാവിനെ പോലും സ്വാധീനിക്കാനുള്ള കഴിവ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. രാഹുലിനെ സസ്പെൻഡ് ചെയ്തപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശന് വരെ രാഹുൽ ഫാൻസിന്റെ തെറിവിളി കേട്ടത് നമ്മൾ കണ്ടതാണ്. അടുത്ത തെറിവിളി കേൾക്കാൻ പോകുന്നത് ദേ ഈ വീഡിയോയിൽ കാണുന്ന ആളാണ്. ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കാം? പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും രാഹുലിനെ പോലൊരു ക്രിമിനലിന് ഇപ്പോഴും ആ പാർട്ടിക്കകത്ത് പിന്തുണ ലഭിക്കുന്നുണ്ടെന്നല്ലേ. അതായത് റേപ്പിസ്റ്റുകളെയും അഴിമതിക്കാരെയും സപ്പോർട്ട് ചെയ്യാൻ ഒരു ഉളുപ്പുമില്ലാത്ത അണികളും നേതൃത്വവുമാണ് കോൺഗ്രസിനുള്ളത്. പേരിനൊരു പുറത്താക്കൽ നടന്നെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന മാലിന്യ കുഴിയിൽ തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോഴും വട്ടം കറങ്ങുന്നത്.